So today we are moving on to the subject that is ESHR. ESHRലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൻ്റെയും അതുപോലെ OBയുടെ ഇട്ടിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇനിയും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ESHRൻ്റെയും ബാക്കിയുള്ള IPR എല്ലാ സബ്ജക്റ്റിൻ്റെയും നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പം ഈ മിസ്സായിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് എങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതേപോലെ നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ തന്നെ ഫുൾ ക്ലാസ്സുകളുണ്ട്. ESHRൻ്റെ ഫുൾ മൊഡ്യൂൾ ഡിസ്കസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എനിബഡി ദേ വോണ്ട് ടു നോ ഫുള്ളായിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലാതെ ഫുൾ മൊഡ്യൂൾ പഠിക്കണമെങ്കിലും അതിൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് I think 20 something videos are there in our playlist. Okay, so before going on to all this, please check the our description box. അതിനകത്തെല്ലാം ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻസ് നോക്കാം. ESHR എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സും ഉണ്ടാവും, അതുപോലെ എൻവയോൺമെൻറ്റ് സയൻസ്, ഇത് രണ്ടും കവർ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് മൊഡ്യൂളാണ് ഹ്യൂമൻ റൈറ്റ്സിൽ വരുന്നത്. പിന്നെ ഒരു ഫോർത്ത് മൊഡ്യൂൾ ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് വരുന്നുണ്ട്. സോ ആ ലാസ്റ്റ് 2 മൊഡ്യൂൾസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന ഒരു മേജർ പോർഷൻ എന്തായിരുന്നു? ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ്, ഗ്രീൻ ബിസിനസ് എന്ന കൺസെപ്റ്റാണ്. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ് മൊഡ്യൂൾ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ്, വാട്ട് ആർ ഇറ്റ്സ് ലിമിറ്റേഷൻസ് ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്. ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് എന്ന മീനിങ് എന്താ, അല്ലെങ്കിൽ ഗ്രീൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, അതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്, അതുകൊണ്ട് എന്താണ് ഡിസഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്താണ്. നമുക്കറിയാം ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് അതൊരിക്കലും എൻവയോൺമെൻറ്റ് ഹാംഫുൾ അല്ലാത്ത രീതിയിലാണോ ആ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ബിസിനസ് ആക്ടിവിറ്റി ഒരു രീതിയിലുള്ള ഹാമും എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രീൻ ബിസിനസ് എന്ന് പറയുക, അല്ലേ. സോ ദ ഗ്രീൻ മാർക്കറ്റിംഗ് ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ it was first introduced in the late 1980s and earlier in 1990s when industry started showing concern towards the environment in order to attract the കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടായ ഒരു ബിസിനസ് ഐഡിയയാണ് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുക. ഒരു 1980s to 90s ടൈമിലാണ് ഈ ഒരു ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് വന്നത്. അതുവരെ ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ്, എൻവയോൺമെൻറ്റ് സേഫ്റ്റി, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇതൊന്നും നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കസ്റ്റമേഴ്സ്, ഇപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ ഒരു ഓർഗാനിക് പ്രൊഡക്റ്റാണ്, ഗ്രീൻ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു പ്രൊഡക്റ്റിനോടൊരു മമത ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യാം. സോ ഇറ്റ് വോണ്ട് ഹാം ദ എൻവയോൺമെൻറ്റ് എന്നൊരു ചിന്ത ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഗ്രീൻ ബിസിനസ്. ഗസ്റ്റവ് ബെർലെ in 1991 defined the green business as it is a business opportunity that can save the earth and make you money. നമ്മളുടെ എൻവയോൺമെൻറ്റിനെയും അല്ലെങ്കിൽ എർത്തിനെ സേവ് ചെയ്യുന്നുണ്ട്, എന്നാൽ നമുക്കതിന് റവന്യൂവും കിട്ടുന്നുണ്ട്. സോ വി ഗെറ്റ് മണി ബട്ട് വി ആർ ഓൾസോ സേവിങ് ദ എൻവയോൺമെൻറ്റ്. ദാറ്റ് ഇസ് ദ ഡെഫിനിഷൻ given by Gustav Berle. So we can define the green entrepreneurship or green business as the activity of consciously addressing environmental issues through the realization of entrepreneurial idea with minimum loss to natural environment, but at the same time is financially sustainable. Financially sustainable ആയിരിക്കും എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഗ്രീൻ പ്രൊഡക്റ്റ് വാങ്ങാൻ നോക്കുമ്പോൾ അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും, ബിക്കോസ് ദേ ആർ മേക്കിംഗ് ഇറ്റ് ഓഫ് സം ഓഫ് ദ പ്രൊഡക്റ്റ് വിച്ച് ആർ കോസ്റ്റ്ലിയർ. അതിൻ്റെ റോ മെറ്റീരിയൽസ് കോസ്റ്റ്ലിയർ ആയിരിക്കും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ബിസിനസ് കൊണ്ടുപോയാൽ നമുക്ക് ഒരിക്കലും നഷ്ടത്തിലായിരിക്കില്ല. ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ, ഇറ്റ് വിൽ ഗീവ് എസ് ഫിനാൻഷ്യലി സൗണ്ട് പൊസിഷൻ. അതിൻ്റെ കൂടെ എൻവയോൺമെൻറ്റ് സേവ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു ആക്ടിവിറ്റിയാണ് ഗ്രീൻ ബിസിനസ് എന്ന് പറയുക. സോ ദിസ് ഇസ് മെയിൻലി ടേക്കൺ അപ്പ് ബൈ എക്കോളജിക്കൽ ഓൺട്രപ്രണേഴ്സ് ഓർ എക്കോ ഓൺട്രപ്രണർഷിപ്പ്. എക്കോളജി ആയിട്ട് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരായിരിക്കും കൂടുതൽ ഇതിൽ കൺസേൺ. ബാക്കിയുള്ള സാധാരണ ഓൺട്രപ്രണേഴ്സൊക്കെ എന്താ, ആ കൺവെൻഷണൽ പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെയായിരിക്കും അവർ റൺ ചെയ്യുന്നത്. സോ ദോസ് ഓൺട്രപ്രണേഴ്സ് ഹൂ ആർ ഹാവിങ് എ ഫ്യൂച്ചർ ഓറിയൻറ്റഡ്, കുറച്ചുകൂടെ ഫ്യൂച്ചർ ചിന്തിക്കുന്ന ഓൺട്രപ്രണേഴ്സ് എല്ലാം, അല്ലെങ്കിൽ എക്കോളജിയെ പറ്റി ചിന്തിക്കുന്ന ഓൺട്രപ്രണേഴ്സ് എല്ലാം അഡോപ്റ്റ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ആയിരിക്കും ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് ആയിരിക്കും. ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജസ് ആയിരുന്നു സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. The first one is it improves the credibility. ഒരു ഓർഗനൈസേഷൻ ഗ്രീൻ പ്രൊഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത് എന്നറിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന് കുറച്ചുകൂടി ക്രെഡിബിൾ ആയിരിക്കും, സൊസൈറ്റിയിൽ ഒരു പേര് കിട്ടും, ഒരു ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിപ്രോ അതുപോലെയുള്ള പല കമ്പനീസിനും ഒരു ടൈപ്പ് ഓഫ് വാലുവേഷനുണ്ട്. ഏറ്റവും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാണ്, അങ്ങനെ ഒരു അവാർഡ് തന്നെ കൊടുക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. നമ്മുടെ സിയാൽ കൊച്ചിൻ എയർപോർട്ടിനെല്ലാം ആ ഒരു അവാർഡ് ഐ തിങ്ക് ഓൺ 2020
20 or 19 കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ദേ റൺ ദ ഇലക്ട്രിസിറ്റി ഔട്ട് ഓഫ് ദ സോളാർ പവർ. അല്ലേ, സോളാർ പവർ നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ, ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു ആലുവ ആ ഭാഗത്തൊക്കെ ഇവരുടെ സോളാർ പാനൽസ് ഇരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ്, ആ സോളാർ എനർജിയാണ് അവർ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ആയിട്ട് അവരുടെ യൂണിറ്റ് റൺ ചെയ്യുന്നത്. ആ ഫുൾ എയർപോർട്ട് റൺ ചെയ്യുന്ന ആ സോളാർ പാനൽസിൽ നിന്ന് ഉണ്ടാക്കുന്ന കറണ്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ആ സോളാർ എനർജി ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ്. സോ ദേ ഗോട്ട് അവാർഡ് ഫോർ സേവിങ്, അല്ലേ, ഇത്രയും പവർ ഒരു ഫ്രീ സോഴ്സ് ആയിട്ടുള്ള റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഗ്രീൻ ബിസിനസ് കൊണ്ടുവരികയാണെങ്കിൽ. അതുപോലെ നമ്മളും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഗ്രീൻ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഗ്രീൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ വി വിൽ ഓൾസോ ബി ഹാവിങ് എ ക്രെഡിബിലിറ്റി ഇൻ ദ സൊസൈറ്റി. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് വൺ ഇസ് an opportunity to enter a new market. ഒരു പുതിയൊരു മാർക്കറ്റിലേക്ക് നമുക്ക് എൻട്രി കിട്ടാൻ കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സിനായിരിക്കും റീച്ച് കൂടുതൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും ഒരു നോർമലി കൺവെൻഷനൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൽ ഇതുവരെ ആരും ഇന്നൊവേറ്റീവായിട്ട് ഗ്രീൻ പ്രൊഡക്ട്സ് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ നമ്മളൊരു പുതിയ ഓൺട്രപ്രണറായിട്ട് വന്ന് ആ ഒരു പ്രൊഡക്റ്റിന് ഇന്നൊവേഷൻ കൊണ്ടുവന്ന് കുറച്ച് ഗ്രീൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ പറ്റും. മാർക്കറ്റിലൊരു ഇതുവരെ ആരും ഇറക്കാത്തൊരു ഐഡിയ ആയിരിക്കും. സോ ഇഫ് ഇറ്റ് ഇസ് എൻ ഇന്നോവേറ്റീവ് ഐഡിയ, ഓൾവേസ് ദ കസ്റ്റമേഴ്സ് വിൽ ബി അട്രാക്ട് ടു ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രീൻ ഓൺട്രപ്രീനർഷിപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അതെപ്പോഴും എൻവയോൺമെൻറ്റിൽ ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ദ തേർഡ് അഡ്വാൻറ്റേജ് ഇസ് ലോങ് ടേം ഗ്രോത്ത്. നമ്മളുടെ ഇങ്ങനെ ഒരു ഗ്രീൻ ഓൺട്രപ്രീനർഷിപ്പിന് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവണമെന്ന് ഉറപ്പില്ല. പെട്ടെന്ന് ചിലപ്പോൾ അത് ക്ലിക്ക് ആവാനും ഇത്രയും കസ്റ്റമേഴ്സ് അതിനെ വാങ്ങാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇൻ ദ ലോങ് റൺ ഒരു 5-10 വർഷത്തിനുള്ളിൽ നമ്മുടെ ബിസിനസ് വളരെയധികം ഫ്ലറിഷ്ഡ് ആവും. പെട്ടെന്ന് തന്നെ ഫ്ലറിഷ്മെൻറ്റ് കാണാൻ പറ്റും. അങ്ങനെ ലോങ് ടേം ഗ്രോത്ത് ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ് നമ്മളുടെ ഗ്രീൻ ഓൺട്രപ്രീനർഷിപ്പിൽ. ഇപ്പോഴത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഓൺട്രപ്രീനർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എൻവയോൺമെൻറ്റിൽ പല രീതിയിലുള്ള ഹസാർഡ്സ് ഉള്ളതുകൊണ്ട്, പല ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നതുകൊണ്ട്, വേസ്റ്റ് കൂടുതലാണ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതിന് പകരം ഒരു ഗ്രീൻ സോഴ്സ് വരുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ബെനിഫിഷ്യൻ, അല്ലേ. ഇപ്പം നമ്മൾ ഗ്യാസ് തന്നെ നോക്കുകയാണെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലെങ്കിൽ നമ്മുടെ ബയോഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ. ബയോഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കാരണം എന്താ? നമ്മളുടെ പെട്രോളിയത്തിൻ്റെ വിലയും അതുകൊണ്ടുണ്ടാകുന്ന പൊല്യൂഷനും ഇതൊക്കെ കുറയ്ക്കാൻ ഈ ബയോഫ്യൂവൽസ് കൊണ്ട് പറ്റും. ബയോഫ്യൂവൽസ് ആർ ഔട്ട് ഓഫ് ദ കൗഡങ് ആൻഡ് ഓൾ. അപ്പം അങ്ങനെ കൗഡങ് യൂസ് ചെയ്ത്, ബയോ വേസ്റ്റ് യൂസ് ചെയ്ത്, നമ്മുടെ ഡൊമസ്റ്റിക് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ഒക്കെ വെച്ചാണ് അവർ ഒരു ഗ്യാസ് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഗോട്ട് പ്രിവലൻസ് ഇൻ ദ എക്കോണമി, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നു. അപ്പോൾ അങ്ങനെ ലോങ് റണ്ണിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ് ഓഫ് ഗ്രീൻ ബിസിനസ്. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഓഫേഴ്സ് എ കോമ്പറ്റേറ്റീവ് എഡ്ജ്. ബാക്കിയുള്ള ബിസിനസ് വെച്ച് നോക്കുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സച്ച് എ ഗ്രീൻ ബിസിനസ്. ദാറ്റ് ഇസ് നോട്ട് എവറി കമ്പനി ക്യാൻ ഓഫർ ഓർ ടേൺ ആൻ എക്കോ ഫ്രണ്ട്ലി കമ്പനി ബട്ട് ചേഞ്ച് ദ പ്രോസസ് ടു എക്കോ ഫ്രണ്ട്ലി പ്രോസസ്. ദാറ്റ് ഈസ് നമുക്ക് ചിലപ്പോൾ ഫുള്ളി എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു കമ്പനി ഉണ്ടാക്കിയെടുക്കാനോ ഫുൾ പ്രൊഡക്ട്സ് അങ്ങനെ ആക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സിനെ കൺവേർട്ട് ചെയ്ത് എക്കോ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. അവരുടെ മാത്രം ആ കോമ്പറ്റീറ്റേഴ്സ്, അവരുടെ കൂടെയുള്ള ബാക്കി ഫേംസ്, അതേപോലെയുള്ള ഫേംസിനേക്കാളും ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് അവർക്ക് കിട്ടുന്നു, അല്ലേ. ദേ ആർ യൂസിങ് സം ഗ്രീൻ ടെക്നോളജി ഫോർ ദ പ്രൊഡക്ഷൻ. അങ്ങനെ ഗ്രീൻ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അവർക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. ദാറ്റ് ഈസ് അൻ അഡ്വാൻറ്റേജ് ഓവർ ദ കോമ്പറ്റീറ്റേഴ്സ്. ബാക്കി ആർക്കും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പിന്. ദെൻ മോർ റൂം ഫോർ ഇന്നോവേഷൻ. ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് എടുക്കുമ്പോൾ നമ്മളെന്താ വേസ്റ്റ് പ്രൊഡക്ട്സിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് എൻവയോൺമെൻറ്റ് ഹാം ഉണ്ടാക്കാത്തതിൽ നിന്ന് എങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, എങ്ങനെ പ്രോസസ്സ് കണ്ടുപിടിക്കാം, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും. സോ ഇഫ് വി ആർ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് വി വിൽ ബി മോർ ക്രിയേറ്റീവ്, അല്ലെങ്കിൽ കൂടുതൽ ഇന്നോവേറ്റീവ് ആവും. അപ്പോൾ ഇന്നോവേറ്റീവ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ ദിസ് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് വിൽ ഹെൽപ്പ്. Then good for the environment. The best or the at most important ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആണ് ഗുഡ് ഫോർ എൻവയോൺമെൻറ്റ്. ഒരു രീതിയിലുള്ള ഹാമും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും ഗ്രീൻ മാർക്കറ്റിങ്ങിൽ ഉണ്ടാക്കുന്നത്, അല്ലേ. അല്ലെങ്കിൽ പ്രോസസ്സും ഹാം ഇല്ലാത്തതായിരിക്കും. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് ഗുഡ് ഫോർ ദ എൻവയോൺമെൻറ്റ് ഓൾസോ. സോ ദീസ് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് എ ഗ്രീൻ മാർക്കറ്റിംഗ് ഓ ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ്. ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സോ എൻവയോൺമെൻറ്റ് സേഫ്റ്റി എന്ന രീതിയിൽ എന്നൊരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ്. ഓക്കെ, സോ വി ക്യാൻ ഏൺ മണി ഔട്ട് ഓഫ് ലെസ് കോസ്റ്റ്.
കുറേ നമുക്ക് മണി ഉണ്ടാക്കാൻ പറ്റും, ബട്ട് നോട്ട് അറ്റ് ദ ഏർലിയസ്റ്റ് ബട്ട് ഇൻ എ ലോങ് റൺ. അപ്പോൾ അതിന് പല അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു, ലൈക്ക് ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്രെഡിബിലിറ്റി, ഇറ്റ് ഹെൽപ്പ് us to enter a new market, it will give us a long term growth, then offers a competitive advantage, more room for innovation, and also it is good for the environment. So these are the benefits. ഇതെല്ലാം ഗുണങ്ങളാണ്, അഡ്വാൻറ്റേജസ് ആണ്. ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ഗ്രീൻ പ്രൊഡക്ട്സ് റിക്വയർഡ് റിന്യൂവബിൾ ആൻഡ് റീസൈക്ലബിൾ മെറ്റീരിയൽ വിച്ച് ആസ് കോസ്റ്റ്ലി. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ടാക്കേണ്ട റോ മെറ്റീരിയൽസ് കുറച്ച് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ കോസ്റ്റ്ലിയർ ആയിരിക്കും. സോ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ എല്ലാ ഫേംസിനും പറ്റണമെന്നില്ല. കമ്പനീസ് ഒരു വളർന്നു വരുന്ന കമ്പനിക്കൊന്നും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും റോ മെറ്റീരിയൽസിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഒന്ന് എക്സ്റ്റാബ്ലിഷ്ഡ് ആയാലേ അവർക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇൻ ഗ്രീൻ ഓൺടർപ്രണർഷിപ്പ്. ദെൻ പ്രോബ്ലംസ് ഓഫ് ഡിസെപ്റ്റീവ് advertising and false claims, that is requires a technology which require huge investment in research and development. ചിലപ്പോൾ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സും ഫോൾസ് ക്ലെയിംസ് എല്ലാം വരാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ ഗ്രീൻ പ്രൊഡക്റ്റ് ഒന്നും ആവണമെന്നില്ല, ചിലവർ എന്ത് ചെയ്യും, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒരു കൺഫ്യൂസിങ് അല്ലെങ്കിൽ പറ്റിക്കുന്ന ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് കാണും. ചില പ്രൊഡക്റ്റുകളൊക്കെ ഗ്രീൻ പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കസ്റ്റമേഴ്സ് വാങ്ങാം അല്ലേ. ഗ്രീൻ മാർക്കറ്റിംഗ് ആണ്, അവർ ഉണ്ടാക്കുന്ന ഗ്രീൻ പ്രൊഡക്റ്റ് ആണെന്ന് കേൾക്കുമ്പോൾ എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ നമ്മുടെ കവറിലും അതിൻ്റെ സാഷയിലൊക്കെ ഉണ്ടെങ്കിൽ വി വിൽ തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ഓഫ് ഗ്രീൻ. പക്ഷേ ശരിക്കും ആവണമെന്നില്ല, അതിൽ കുറേ ഡിസെപ്റ്റീവ് ആയിരിക്കും, കുറേ പറ്റിക്കുന്നതായിരിക്കും, ഫോൾസ് ക്ലെയിംസ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ വേറൊന്നാണിത് തേർഡ് ലിമിറ്റേഷനാണ്. ഇതിന് നല്ല ടെക്നോളജി യൂസ് ചെയ്യേണ്ടി വരും, ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട് ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും. പക്ഷേ ഇന്നോവേറ്റീവ് ഐഡിയ ആയതുകൊണ്ട് കുറേ ചിന്തിച്ചായിരിക്കും ഓരോ ഐഡിയാസ് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് റിക്വയർസ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഇസ് ആനത്. അതുപോലെ ടെക്നോളജി നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും വേണമായിരിക്കും. ഗ്രീൻ ടെക്നോളജി എന്ന് പറയുന്നത് എപ്പോഴും കോസ്റ്റ്ലിയർ ആണ്, അതേ ഈ റോ മെറ്റീരിയൽസ് പോലെ തന്നെ. ദാറ്റ് ഇസ് അനദർ ലിമിറ്റേഷൻ. ദെൻ മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ആർ നോട്ട് അവെയർ ഓഫ് ദ ഗ്രീൻ പ്രൊഡക്ട്സ് ആൻഡ് ദ യൂസസ്. പിന്നെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാവും ആ പ്രിവിലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പണ്ടേ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അവരൊരിക്കലും ഈ പുതിയ കൺസെപ്റ്റിലേക്ക് മാറണമെന്നില്ല. ഓക്കെ, അവർക്ക് ഇതിനെപ്പറ്റി അൺഅവെയർ ആണ്, അല്ലെങ്കിൽ അവരതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇതെന്താ ഗുണം, സൊസൈറ്റിക്ക് എങ്ങനെ ഇത് നന്നാവുന്നു, ഇതൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. ദാറ്റ് ഇസ് അനദർ ലിമിറ്റേഷൻ. ദെൻ മെജോറിറ്റി ഓഫ് ദ കൺസ്യൂമേഴ്സ് ആർ നോട്ട് വില്ലിംഗ് ടു പേ പ്രീമിയം ഫോർ ദ ഗ്രീൻ പ്രൊഡക്ട്സ്. ഗ്രീൻ പ്രൊഡക്ട്സ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും ടെക്നോളജിയുടെ കോസ്റ്റും R&Dയുടെ കോസ്റ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അബ്സല്യൂട്ടാണ് ഗ്രീൻ പ്രൊഡക്ട്സിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. സോ ഇത്രയും കോസ്റ്റ് കൊടുത്ത് സാധനം വാങ്ങാൻ ചിലപ്പോൾ കസ്റ്റമേഴ്സ് വില്ലിംഗ് ആയിരിക്കണമെന്നില്ല. അവർ വിചാരിക്കും സാധാരണ പ്രൊഡക്റ്റ് തന്നെ വാങ്ങിയാൽ പോരെ. സോ ദാറ്റ് ഇസ് അനദർ ലിമിറ്റേഷൻ. Then educating customers about the advantage of green marketing is very difficult. ഗ്രീൻ മാർക്കറ്റിംഗ് കൊണ്ടുള്ള ഗുണം എന്താ, സൊസൈറ്റി നമ്മളൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം എന്തിനാ, ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ റിസോഴ്സ് സേവ് ചെയ്യാനാണ്. ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ഒരു ലിമിറ്റേഷനാണ് ഗ്രീൻ മാർക്കറ്റിങ്ങിൽ. Then feeling of trouble, that is going green gives a feeling of overwhelming to business. They are fear of deforming the style of operation followed so far. പിന്നെ ഓർഗനൈസേഷൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതുവരെ അവർ ആ ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്യുന്നു. പെട്ടെന്ന് ഗ്രീനിലേക്ക് പോകുമ്പോൾ പല ടെക്നോളജി മാറ്റണം, ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യണം, വർക്കേഴ്സ് ഇത് അക്സെപ്റ്റ് ചെയ്യണം. ഇതെല്ലാം എങ്ങനെ എഫക്റ്റ് ആവും, ഇതിൻ്റെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാൻ ചിലപ്പോൾ ആ ഫേമിന് തന്നെ പറ്റണമെന്നില്ല. കസ്റ്റമേഴ്സിന് പറ്റാത്ത പോലെ തന്നെ ഫേമും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് പേടിയായിരിക്കും. ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, ഈ ടെക്നോളജി എങ്ങനെ ചെയ്യും, അങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ടാവും. ദാറ്റ് ഇസ് അനദർ വൺ. അവർ ട്രബിൾഡ് ആയിരിക്കും. പിന്നെ ബ്രെയിൻ വാഷ്, ദാറ്റ് ഇസ് ഇറ്റ് ഈസ് നെവർ ഈസി ടു ബി ഗ്രീൻ. ഡിസിപ്ലിൻ ആൻഡ് ലോങ് വിഷൻ ഓർ തോട്ട് ക്യാൻ ഓൺലി മേക്ക് ഓപ്പറേഷൻ ഗ്രീൻ സക്സസ്ഫുള്ളി. നമ്മൾ പല രീതിയിലുള്ള ചിന്തകൾ വേണ്ടി വരും. എങ്ങനെ ഗ്രീൻ പ്രൊഡക്ട്സ് ഉണ്ടാക്കും, ഹൗ വി ക്യാൻ റീച്ച് ദ മാർക്കറ്റ്, ഹൗ വി ക്യാൻ അക്വയർ ദ മാർക്കറ്റ്, അങ്ങനെയുള്ള ഭയങ്കര ഫുൾ പ്രോസസ്സാണ്. കുറേ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് നടത്തേണ്ടി വരും. ബ്രെയിൻ വാഷ് നമ്മൾ കുറേ പണ്ടത്തെ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അതിൽ വലിയ രീതിയിലുള്ള ചിന്തകൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രീൻ എന്ന കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ദെൻ അൺഅവെയർനെസ്, പീപ്പിളിന് അതിനെപ്പറ്റി നോളജ് ഉണ്ടാവണില്ല, സൊസൈറ്റിക്ക് അറിയുന്നില്ല ഇങ്ങനെ ഗ്രീൻ പ്രൊഡക്ട്സ് കൊണ്ട് എന്താ ഗുണം, എൻവയോൺമെൻറ്റ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താ, ഇതൊന്നും ചിലപ്പോൾ അറിയണമെന്നാവില്ല. ദാറ്റ് ഇസ് അൺഅവെയർനെസ്. ദെൻ കെയർലെസ്നെസ്, കൂടുതൽ ഗ്രീൻ ബിസിനസ്സിലേക്ക് വലിയ ചിന്തിക്കില്ല. ബിക്കോസ് ബിസിനസ് ഇസ് ഫോർ പ്രോഫിറ്റ്. എല്ലാ ബിസിനസ്സും വർക്ക് ചെയ്യുന്ന പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അതിൽ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ സൊസൈറ്റിയുടെ ബെനിഫിറ്റും കൂടെ അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയുടെ വെൽഫെയറും കൂടെ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർ മാത്രമായിരിക്കും ഗ്രീൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ബിസിനസ്സിനെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയുള്ളവർ ജസ്റ്റ് പ്രോഫിറ്റ് മൈൻഡഡ് ആയിരിക്കും.
ദെൻ ടു ബിസി. ഇപ്പോഴത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ കൂടുതലും പടപടേ കാര്യങ്ങളെല്ലാം ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ ഇഷ്ടം. പക്ഷേ ഗ്രീൻ മാർക്കറ്റിങ്ങിൽ നമ്മളുടെ പ്രൊഡക്ട്സൊക്കെ അത്രയും ഈസിയർ ആവണില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഗ്യാസ് കണക്ഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ബയോഗ്യാസിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ബയോഗ്യാസ് സേഫ്, ഒരു ബുദ്ധിമുട്ടുകളില്ല, എൻവയോൺമെൻറ്റിന് ഒരു ഹാം ഉണ്ടാക്കുന്നില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് കൂടുതലാണ്. നമ്മൾ വേസ്റ്റ് കൊണ്ട് ആ ബയോമാസിൻ്റെ പ്ലാന്റിലിടണം, എന്നിട്ട് അത് ഒരു ടൈം കഴിയുമ്പോൾ നമ്മളത് മാറ്റി പുതിയ വേസ്റ്റ് ഇടണം, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആ ഒരു വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ചിലപ്പോൾ 4 hours ഗ്യാസ് ആയിരിക്കും. അതിനുശേഷം നമ്മളത് റിന്യൂ ചെയ്ത് പുതിയ കണക്ഷൻ ആക്കണം, പുതിയ വേസ്റ്റുകൾ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടാസ്ക് ഇതിൻ്റെ ഇടയിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ ദിസ് റിക്വയർസ് ടൈം, ആൾക്കാരുടെ സമയം ആവശ്യം വരുന്നുണ്ട്. അതുണ്ടാവാത്ത സമയങ്ങൾക്ക് ഇങ്ങനെ ഗ്രീൻ മാർക്കറ്റിംഗ് ഇൻഎഫക്റ്റീവ് ആകാം. ദെൻ ഡേറ്റ റിസ്ക്. ഈ ബയോമാർക്കറ്റിങ്ങിൽ വേറൊരു കൺസെപ്റ്റാണ്, ബയോമാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് ഗ്രീൻ മാർക്കറ്റിംഗ് നമ്മൾ ഫുൾ ഡിജിറ്റൽ വേൾഡിലേക്ക് മാറിയിട്ടുണ്ട്. പേപ്പർലെസ് എന്ന കൺസെപ്റ്റ്. പേപ്പർലെസ് നല്ലതാണ്, ബിക്കോസ് ടു പ്രിപ്പയർ പേപ്പർ വി ആർ കട്ടിങ് ഔട്ട് ദ ട്രീസ്, അല്ലേ, ടിമ്പർ കട്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് പേപ്പർ പൾപ്പ് ഉണ്ടാക്കി പേപ്പർ ആക്കുന്നത്. അപ്പോൾ പേപ്പർലെസ് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എന്ത് കാര്യം പേപ്പർലെസ് ആക്കാൻ ഈ ഒരു ഗ്രീൻ മാർക്കറ്റിംഗ് പറ്റും. പക്ഷേ പല ഡേറ്റ ലോസ്റ്റ് ആകാം. ഈ പേപ്പർലെസ് ആകുമ്പോൾ എല്ലാം സിസ്റ്റം ആയിരിക്കും, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് റെക്കോർഡഡ് ആയിരിക്കും. ഏതെങ്കിലും പ്രശ്നം കൊണ്ട് ഡിലീറ്റ് ആയി പോവുകയൊക്കെ ചെയ്താൽ അത്രയും ഡേറ്റ ആയിരിക്കും നമുക്ക് നഷ്ടമാകുന്നത്. ആ ഒരു റിസ്ക് എടുക്കാൻ എല്ലാവരും റെഡി ആവണമെന്നില്ല. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഗ്രീൻ മാർക്കറ്റിംഗ്. ഗ്രീൻ മാർക്കറ്റിംഗ് നല്ലതാണ് സൊസൈറ്റിക്ക്, അതുപോലെ ക്രെഡിബിലിറ്റിക്ക്, കോസ്റ്റിനൊക്കെ നല്ലതാണ്. പക്ഷേ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, ലൈക്ക് അൺഅവേർനെസ്, ദെൻ പ്രീമിയം പ്രൈസ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, റീസൈക്കിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് കോസ്റ്റ്ലിയർ, ദെൻ ടെക്നോളജി കോസ്റ്റ്ലിയർ ആയിരിക്കും, അതേപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്ലിയർ ആയിരിക്കും, അൺഅവേർനെസ് ഉണ്ടായിരിക്കും, ഫീലിംഗ് ഓഫ് ട്രബിൾ ഉണ്ടാവും, ബ്രെയിൻ വാഷിങ് കുറേ ആവശ്യം വരും, ഇന്നൊവേഷൻ ആവശ്യം വരും, കെയർലെസ്നെസ് ഉണ്ടാവും, ടൈം ഇല്ലാത്തത്, ഇതെല്ലാം ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. സോ ദീസ് ആർ ദ മേജർ advantages and limitations of green marketing. So this is the major question for the fourth module. Fourth module നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഗ്രീൻ മാർക്കറ്റിംഗ് എല്ലാ ക്വസ്റ്റ്യൻ ഇപ്പോഴും കാണുന്നുണ്ട്. സോ ഇറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് വൺ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ബോഡീസ് ആൻഡ് കമ്മിറ്റീസ് ടു പ്രൊട്ടക്ട് ദ ഹ്യൂമൻ റൈറ്റ് അണ്ടർ UN? ഇത് നമ്മളുടെ 5th മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണ്, ഹ്യൂമൻ റൈറ്റ്സ് എന്ന പാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് 4 മൊഡ്യൂൾസ് നിങ്ങൾക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് സയൻസ് ആണ് വരുന്നത്, 5th ഹ്യൂമൻ റൈറ്റ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നല്ല പ്രീതി ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ B സെഷനും C സെഷനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു C സെഷൻ ബേസ് ചെയ്തിട്ടാണ് ആൻസർ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ഷോർട്ട് ചെയ്തിട്ട് B സെഷനിലാണെങ്കിലും അല്ലെങ്കിൽ A സെഷനിലാണെങ്കിലും ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ ഹ്യൂമൻ റൈറ്റ്സിൽ കുറേ ഷോർട്ട് ഫോംസ് വന്നിട്ടുണ്ട്. അസോഷ്യാം, അങ്ങനെ കുറേ കുഞ്ഞു ടേംസ് ഉണ്ട്, CITU, INTUC, അതെല്ലാം INTUC ഒന്നും ഇതിലല്ല, ബാക്കി യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിലുള്ള കുറേ CRD അങ്ങനെയുള്ള കുറേ ബോഡീസ് വരുന്നുണ്ട്, ഇതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇനി. അപ്പോൾ ആ ബോഡീസൊക്കെ പഠിച്ചിരിക്കണം, ബിക്കോസ് ദേ ക്യാൻ ആസ്ക് ഫോർ ദ ഷോർട്ട് ഫോം. ഫുൾ ഫോം എഴുതാൻ പറഞ്ഞിട്ട് 2 മാർക്സിനൊക്കെ ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് അത് നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ഞാനിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ദ മേജർ ക്വസ്റ്റ്യൻസ് ആണ്, ബിഗ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഷോർട്ട് ആൻസേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ വാട്ട് ആർ ദ ബോഡീസ് ആൻഡ് കമ്മിറ്റീസ് ടു പ്രൊട്ടക്ട് ദ ഹ്യൂമൻ റൈറ്റ്സ് അണ്ടർ UN? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണ് നിങ്ങളുടെ 15 മാർക്സിനെങ്കിൽ, ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു വോണ്ട് ടു സ്റ്റഡി ഈസ് വാട്ട് ആർ ദ മേജർ ബോഡീസ് ആസ് വെൽ ആസ് വാട്ട് ആർ ദ കമ്മിറ്റീസ്. എന്തൊക്കെ ബോഡി ഉണ്ട് UN-ൻ്റെ കീഴിൽ, അതുപോലെ ഏതൊക്കെ കമ്മിറ്റീസ് ഉണ്ട്. സോ ദീസ് ആർ ദ മേജർ ബോഡീസ് ആസ് വെൽ ആസ് ദ കമ്മിറ്റീസ് അണ്ടർ ഹ്യൂമൻ റൈറ്റ്സ്. സോ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, UDHR, ഇത് തന്നെ ഒരു ഫുൾ ഫോമാണ്. UDHR എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ ഡോക്യുമെൻറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന കൺസെപ്റ്റ് ആദ്യം വന്നത് നമ്മുടെ ഇന്ത്യയിലൊന്നുമല്ല, ഫോറിൻ കൺട്രിയിൽ ആദ്യം വന്നു. അവിടെ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഇന്ത്യയിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ട്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് റൈറ്റ്സ് ഉണ്ട്, അല്ലേ, അതിനെല്ലാം മൂലമായിട്ട് വരുന്ന, അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത് എന്താ, ഈ ഫോറിൻ കൺട്രീസിലുണ്ടാക്കിയ പല റൈറ്റ്സുമാണ്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഹ്യൂമൻ റൈറ്റ്സ് വന്നത്. ആ ഫസ്റ്റ് ബേസിസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, UDHR. ഇറ്റ് ഇസ് എ മൈൽ സ്റ്റോൺ ഡോക്യുമെൻറ്റ്, അതൊരു ഡോക്യുമെൻ്റാണ് എല്ലാ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഹിസ്റ്ററിയുടെ. സോ ഇറ്റ് വാസ് ഡ്രാഫ്റ്റഡ് ബൈ ദ റെപ്രസെൻറ്റേറ്റീവ് വിത്ത് different legal and cultural backgrounds from all regions of the world, and the declaration was proclaimed by the United Nations Assembly
in Paris on 10th December 1948, General Assembly Resolution 217A as a common standard of achievement of all people and all nations. കുറച്ച് നേഷൻസിലെ ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു ഡിക്ലറേഷൻ ഉണ്ടാക്കിയത്. ഓക്കെ, ഈ ഒരു UDHR ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു 1948 അസംബ്ലിയിൽ പാരീസിലെ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ പ്രസൻറ്റ് ചെയ്തതും അതിന് അപ്രൂവൽ കിട്ടുന്നത്. ആൻഡ് ഇറ്റ് സെറ്റ്സ് ഔട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ്സ് ഷുഡ് ബി യൂണിവേഴ്സലി പ്രൊട്ടക്റ്റഡ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ഓവർ 500 ലാംഗ്വേജസ്. നമ്മൾ അന്നാണ് മനസ്സിലാക്കിയത് ഹ്യൂമൻ റൈറ്റ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം എന്താ, വൈ വി വോണ്ട് ടു ഗിവ് എ റൈറ്റ് ഓർ ഹ്യൂമൻ റൈറ്റ്സ് ദിസ് മച്ച് ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ നമ്മൾ ഈ UN ചാർട്ടർ യൂണൈറ്റഡ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ ആ ഡോക്യുമെൻറ്റിനെ 500 ലാംഗ്വേജസിൽ മാറ്റിയിട്ടുണ്ട്. ബിക്കോസ് അതിൽ പല കൺട്രീസ് പല നേഷൻസ് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇത് തന്നെ ഒരു 500 ലാംഗ്വേജസിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദ ഹ്യൂമൻ റൈറ്റ്സ് ബോഡീസ്. ഇനി നമ്മുടെ മേജർ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഹ്യൂമൻ റൈറ്റ്സ് ബോഡീസ് ഏതൊക്കെയാണ്? So, the Office of the High Commissioner for the Human Rights, OHCHR. ഇത് അടുത്തൊരു ഫുൾ ഫോമാണ്. OHCHR ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇറ്റ് വർക്ക്സ് ടു ഓഫർ ദ ബെസ്റ്റ് എക്സ്പെർട്ടൈസ് ആൻഡ് സപ്പോർട്ട് ടു ദ ഡിഫറെൻറ്റ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററിംഗ് മെക്കാനിസംസ് ഇൻ ദ യുണൈറ്റഡ് നേഷൻ സിസ്റ്റം. Most of these bodies receive secretariat support from the Human Rights Council and Treaties Division of the Office of the High Commissioner of Human Rights, OHCHR ഇന്ന്, ദാറ്റ് ഈസ് ഓഫീസ് ഓഫ് ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇന്ന് കുറേ ട്രീറ്റീസ് ഡിവിഷൻസും ഉണ്ട് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ബോഡീസിൽ. അതേപോലെ തന്നെ കുറേ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് മെക്കാനിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ബോഡീസും ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ മേജർ ഹ്യൂമൻ റൈറ്റ്സ് ബോഡീസ് ആർ ചാർട്ടർ ബേസ്ഡ് ബോഡീസ്, ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, യൂണിവേഴ്സൽ പീരിയോഡിക്കൽ റിവ്യൂ, സ്പെഷ്യൽ പ്രൊസീജിയർ ഓഫ് ദ HR കൗൺസിൽ കംപ്ലയിൻറ്റ് പ്രൊസീജിയർ ആൻഡ് കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. ഇതിലെ കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സും ഇമ്പോർട്ടൻറ്റ് വണ്ണാണ്, അത് നിങ്ങൾ നോക്കണം, അത് കമ്മീഷനിൽ വരുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ബോഡീസ് ഇൻവോൾവ് ഇൻ ദ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ. അതേപോലെ കുറച്ച് HR ട്രീറ്റി ബോഡീസാണ്. HR ഹിയർ ഈസ് ഹ്യൂമൻ റൈറ്റ്സ്, നോട്ട് ഹ്യൂമൻ റിസോഴ്സ്. ഇവിടെ HR എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ്, റിസോഴ്സ് അല്ല കേട്ടോ. സോ ദ 10 മേജർ ട്രീറ്റി ബോഡീസ് ടു ഓവർസീ ദ implementation of the important international treaties are CERD, that is Committee on the Elimination of Racial Discrimination. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, റേഷ്യൽ ഓൺ ദ ബേസ് ഓഫ് കാസ്റ്റ് അല്ലെങ്കിൽ കാസ്റ്റൊക്കെ ബേസ് ചെയ്ത് റേസിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോൾ ഇല്ല. അപ്പോൾ അതെല്ലാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ ദി എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വിച്ച് ഇസ് നോൺ ആസ് CERD ചോദിച്ചാൽ ഇറ്റ് ഇസ് റേഷ്യൽ ഡിസ്ക്രിമിനേഷന് വേണ്ടി എലിമിനേഷന് വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റി. അതേപോലെ CSER, ദാറ്റ് ഈസ് കമ്മിറ്റി ഓൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. നമുക്ക് പല രീതിയിലുള്ള റൈറ്റ്സ് ഉണ്ട്. എക്കണോമിക് റൈറ്റ്സ് ഉണ്ട്, സോഷ്യൽ റൈറ്റ്സ് ഉണ്ട്, കൾച്ചറൽ റൈറ്റ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്, ലീഗൽ റൈറ്റ്സ് ഉണ്ട്. അതിലെ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കമ്മിറ്റിയാണ് CESER. അതേപോലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി, ഹ്യൂമൻ റൈറ്റ്സിന് ടോട്ടലായിട്ട് വരുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ദെൻ CEDAW, ദാറ്റ് ഈസ് കമ്മിറ്റി ഓൺ ദ എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ. വിമനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരുന്നു പണ്ട്, ഇപ്പോൾ വിമന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഇപ്പം യൂണിഫോം വരെ സെയിം ആക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുന്നുണ്ട് ഡിസ്ക്രിമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം ആ ഒരു ഡിസ്ക്രിമിനേഷൻ, വിമനെ ചില ജോബുകൾക്കൊന്നും എടുത്തിരുന്നില്ല, അവർക്ക് ജോബ് കൊടുത്തിരുന്നില്ല പണ്ട് നമ്മളുടെ KSRTCയിൽ തന്നെ കണ്ടക്ടേഴ്സായിട്ട് സ്ത്രീകളുണ്ടായിരുന്നില്ല, only men were there. But once one lady who applied for it and from that onwards ആണ് നമ്മൾക്ക് KSRTC തന്നെ ലേഡി സ്റ്റാഫ് വരാൻ തുടങ്ങി. അവർ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ആരും അപ്ലൈ ചെയ്യില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ആദ്യം അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അവർ കേസ് കൊടുത്തു. ഇറ്റ് വാസ് നോട്ട് മെൻഷൻ ആൻഡ് വൈ ദ നീഡ് എ ഡിസ്ക്രിമിനേഷൻ. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു റൈറ്റിനും ഇത്ര ഇമ്പോർട്ടൻസ് വന്നത്. സോ ദിസ് ഇസ് CEDAW, ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി. അതേപോലെ കമ്മിറ്റി അഗെയിൻസ്റ്റ് ടോർച്ചർ, എല്ലാ ടോർച്ചർ ആൻഡ് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ടോർച്ചർ ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള കമ്മിറ്റി. ദെൻ കമ്മിറ്റി ഓൺ ദ റൈറ്റ് ഓഫ് ദ ചിൽഡ്രൻസിന് പല രീതിയിലുള്ള റൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ വർക്ക് പ്ലേസ് തന്നെ ചിൽഡ്രൻ ഇത്ര ഏജ് കഴിഞ്ഞവർക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ ചിൽഡ്രൻസിനെല്ലാം കുറേ റൈറ്റ്സ് ഉണ്ട്, അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരും ഹ്യൂമൻ റൈറ്റ്സ് ആണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്. സോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ ദി റൈറ്റ് ഓഫ് ദ ചൈൽഡ്.
അതേപോലെ കമ്മിറ്റി ഓൺ മൈഗ്രൻറ്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് നിന്ന് നമ്മുടെ കൺട്രിയിൽ വന്ന് താമസിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള മൈഗ്രൻസിന് വേണ്ടി ഇപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെ ഫോറിൻ കൺട്രിയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും, അവിടെ അവർ വർക്ക് ചെയ്യുന്നവരായിരിക്കും. സോ ദേ ആ മൈഗ്രൻസ്, അങ്ങനെയുള്ള മൈഗ്രൻസ്. അതുപോലെ ഇന്ത്യയിൽ വന്നിട്ട് വേറെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെയും റൈറ്റ്സ് നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്, സെയിം ആസ് ദാറ്റ് ഓഫ് ദ സിറ്റിസൺസ്. നമ്മൾ സിറ്റിസൺസ് എല്ലാവരും, എന്നാലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രൊട്ടക്ഷന് വേണ്ടി മൈഗ്രൻറ്റ് വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ മൈഗ്രൻറ്റ് വർക്കേഴ്സ്. ദെൻ കമ്മിറ്റി ഓൺ ദ റൈറ്റ് ഓഫ് ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ, അവർക്കും കുറേ റൈറ്റ്സ് ഉണ്ട്. നോർമൽ പീപ്പിളിനേക്കാളും കുറച്ചുകൂടി റൈറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു എക്സാം ബേസിലൊക്കെ നോക്കിയാൽ തന്നെ അവർക്കൊരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഉണ്ടാവും, അതിൽ തന്നെ അവർക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കും. ദീസ് ആർ ദ റൈറ്റ്സ് അല്ലേ. മൈനോറിറ്റി പീപ്പിളാണ് അവർ, അല്ലെങ്കിൽ ഡിസബിലിറ്റി പീപ്പിൾസിന് കൊടുക്കുന്ന കുറേ റൈറ്റ്സ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ദെൻ CED, ദാറ്റ് ഈസ് കമ്മിറ്റി ഓൺ എൻഫോഴ്സ് ഡിസപ്പിയറൻസ്. ഇതൊക്കെയാണ് മേജർ HR treaty bodies to overseas, or the committee to oversee the human rights protection. Committee on Elimination of Racial Discrimination, CRD, CESCR, Social, Economic and Cultural Rights, പിന്നെ Human Rights Committee, then Committee on the Elimination of Discrimination Against Women, Committee Against Torture, Committee on the Right of the Child, Committee on Migrant Workers, Committee on the Right of Person with Disability and Committee on Enforced Disappearance. ഇതിനകത്തൊക്കെ ഷോർട്ട് ഫോം നിങ്ങൾ പഠിക്കുക, എന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക. ചിലപ്പോൾ ഫുൾ ഫോം എഴുതാനായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാട്ട് ആർ ദ മേജർ കമ്മിറ്റീസ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഇത് മെൻഷൻ ചെയ്യണം. സോ ദിസ് ഇസ് എ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വാട്ട് ആർ ദി ബോഡീസ് ആൻഡ് കമ്മിറ്റീസ് ടു പ്രൊട്ടക്ട് ദ ഹ്യൂമൻ റൈറ്റ്സ് അണ്ടർ യുണൈറ്റഡ് നേഷൻസ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഓർ റൈറ്റ് എ ബ്രീഫ് ഓൺ ദി ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റി. ഇതിനകത്ത് നമ്മൾ ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി പറഞ്ഞു, അതിനെപ്പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. ദിസ് ക്യാൻ ബി ഇൻ എ പാർട്ട് ബി ക്വസ്റ്റ്യൻ. പാർട്ട് ബിയിലുള്ള ബേസിലാണ് ഞാനിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് ഓൾ ഷോർട്ട്. Okay, so Human Rights Committee is a quasi-judicial body having a partially judicial character by possession of the right of the hold hearing on and conduct investigation into disputed claims and alleged infractions of rules and regulation, and to make decision in the general manner of courts, quasi-judicial bodies. ഒരു quasi-judicial ബോഡിയാണ് ഇത്. ഇന്റർനാഷണൽ കോവനന്റ് ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ഓപ്ഷണൽ പ്രോട്ടോക്കോളിലാണ് ആദ്യമായിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്ത ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി. ആൻഡ് ഇറ്റ് കൺവീൻസ് ഇൻ ദ ന്യൂയോർക്ക് ആൻഡ് ജനീവ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ വരുന്നത്, ഇതിൻ്റെ എവിടെയൊക്കെയാണ് കോവനൻറ്റ്സ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ന്യൂയോർക്കിലും അതുപോലെ ജനീവയിലും. ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഒരു 18 experts ആയിരിക്കും ഉണ്ടാവുന്നത്. 18 experts will be there and no more than one national of the same state. ആ സ്റ്റേറ്റിലുള്ള ഒരു നാഷണൽ ഉണ്ടായിരിക്കും. Then equitable geographical distribution and representative of the different forms of civilization and of principal legal system. ഒരു equitable distribution അനുസരിച്ച് ആൾക്കാരുണ്ടാവും. Then national experts ഉണ്ടാവും. A committee member shall not take part in the examination of a communication by the committee if the state party in respect of which he or she has been selected to the committee is a party to the case. Okay, so this is about the Human Rights Committee. അപ്പോൾ Human Rights Committee എവിടെയാണ്, അതിൻ്റെ കോമ്പിനേഷൻ എവിടെയാണെന്ന് പറയുക. അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇവർ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലുണ്ടാകുന്ന ഒരു 18 മെമ്പേഴ്സ് ആയിരിക്കും. അതിലൊരാൾ ആ സെയിം സ്റ്റേറ്റിൽ നിന്ന് തന്നെ. പിന്നെ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഈക്വലായിട്ട് എല്ലായിടത്തു നിന്നും ആൾക്കാരുണ്ടാവും. പിന്നെ നാഷണൽ എക്സ്പേർട്സ് ഉണ്ടാവും. ഇതാണ് ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ. ഓക്കെ, സോ today we are discussing the 3 main questions from it. ബാക്കി ക്വസ്റ്റ്യൻസ് ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് UN സെക്രട്ടേറിയറ്റിൻ്റെ റോളാണ്. സോ ദിസ് വി ക്യാൻ ഡീൽ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്ത 3 questions ആയിരുന്നു. വാട്ട് ഇസ് ഗ്രീൻ ഓൺടർപ്രണർഷിപ്പ്, ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻ, ദെൻ വാട്ട് ആർ ദ bodies and committees in protecting human rights and under UN, and also a brief on the Human Rights Committee. Okay, so I hope all have understood. If you have any doubts, just contact over the number 9645848557. ഇതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിലും അതേപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിലിടുക. ഐ ക്യാൻ ഗിവ് ദ ആൻസേഴ്സ് ദെയർ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ്
വാച്ച് ഓൾ ദ വീഡിയോസ്. നമ്മൾ ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും എല്ലാ സബ്ജക്ട്സിൻ്റെ, അപ്പോൾ അതും കണ്ടു നോക്കുക. അതേപോലെ തിയറി ക്ലാസ്സസ് ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഫുൾ തിയറി ക്ലാസ്സസും അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.